എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു കഥയാണ്. അത് ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ വരുത്താനായിട്ട് ശേഷിയുള്ളൊരു കാര്യമാണ്. പണ്ട് കാലത്ത് ഒരു ശില്പി ജോലി തേടി അയൽ രാജ്യത്തോട്ട് പോയി. അയൽ രാജ്യത്തെ രാജകൊട്ടാരത്തിൽ ചെന്ന് രാജാവിന് മുഖം കാണിച്ചു. എന്നിട്ട് ക്രമേണ ഓരോ പണികൾ ചെയ്ത് കൊട്ടാരത്തിലെ ആസ്ഥാന ശില്പിയായി മാറുകയും ചെയ്തു. അപ്പോൾ ഈ ശില്പി പലതരം കൽപ്പണികളും വീടിൻ്റെ പണികളും പലതരം കെട്ടിടങ്ങളും എല്ലാം പണിയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നല്ല പ്രതിഫലവും കിട്ടി. അപ്പോൾ ഇയാൾ നല്ല ആത്മാർത്ഥതയോടെയാണ് ജോലി ചെയ്തിരുന്നത്. അതായത് ഒരു വീട് വയ്ക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ കല്ലിൻ്റെ ഗുണമേന്മ, ചുണ്ണാമ്പിൻ്റെ ഗുണമേന്മ, അതുപോലെ മണലിൻ്റെ കാര്യങ്ങൾ, പണി സാധനങ്ങളെല്ലാം അദ്ദേഹം ആ സ്ഥലത്ത് ചെന്ന് കൃത്യമായിട്ടെല്ലാം നോക്കി ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള രീതിയിലാണ് എല്ലാ കാര്യവും ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ പണിക്കാരെ സെലക്ട് ചെയ്യുന്നതും ഒക്കെ അദ്ദേഹത്തിൻ്റെ മിടുക്ക് കാണിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ രാജാവിന് വളരെ മതിപ്പായിരുന്നു ആ കാര്യത്തിൽ. എന്നിട്ട് അദ്ദേഹത്തിന് വിരമിക്കാനുള്ള സമയമായി, 60 വയസ്സോളമായി. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇനി നീ എനിക്ക് ഒരു വീട് കൂടി പണിത് തരണം, പക്ഷേ ഇതിന് ഞാൻ നിനക്ക് കൂലി തരുന്നതല്ല എന്ന് പറഞ്ഞു. അങ്ങനെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാനിരുന്ന ഈ ശില്പിക്ക് മനസ്സിൽ തോന്നി, ഇനി ഈ കൂലിയില്ലാത്ത വീട് ഞാൻ എന്തിന് വെറുതെ കിടന്ന് പണിയണം, അധ്വാനിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം പണി ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നും നോക്കാൻ പോയില്ല. വെറുതെ ഒരു വഴിപാട് പോലെ പണി ചെയ്തു. ഏറ്റവും ദുർബലമായിട്ടും ഒരുവിധ ഗുണമേന്മയും ഇല്ലാതെയാണ് ആ വീട് പണിതത്. അങ്ങനെ രാജാവിനോട് യാത്ര പറയാൻ ചെന്നപ്പോൾ രാജാവ് അതിൻ്റെ താക്കോലെടുത്ത് ഇവന് കൊടുത്തിട്ട് പറഞ്ഞു, ഇനിയുള്ള കാലം നീ ഇവിടെ തന്നെ താമസിച്ചാൽ മതി, ഞാൻ ഇത് നിനക്ക് തരുന്ന സമ്മാനമാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആ വീട്ടിൽ അയാൾ കിടന്നുറങ്ങാൻ ശ്രമിച്ചിട്ടും ഉറങ്ങാൻ പറ്റിയില്ല. കാരണം അയാൾ വിചാരിച്ചത്, ഇത്രയും ദുർബലമായിട്ടുള്ളൊരു വീട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് കിടന്നുറങ്ങുന്നത്, അതുകൊണ്ട് ഇതിന് സുരക്ഷ എന്തുമാത്രം ഉണ്ടാവും, ഇത് വളരെ വേഗം തന്നെ നിലം പൊത്തുകയിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ചിട്ട് അയാൾക്ക് രാത്രിയിൽ ഉറക്കം കിട്ടാതെയായി. ക്രമേണ ഉറക്കം ഓരോ ദിവസവും കുറഞ്ഞു വന്നു. പലവിധ രോഗങ്ങൾ കൂടി. അങ്ങനെ 1 വർഷത്തിനുള്ളിൽ തന്നെ അയാൾ മരണമടഞ്ഞു. ഈ കഥയിൽ പറഞ്ഞു വന്ന കാര്യം, നാം ചെയ്യുന്ന ജോലികളിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവർ കാണുക വേറൊരു രീതിയിലും ആരും കാണാനില്ലെങ്കിൽ ഏറ്റവും അഴുക്കായിട്ടുള്ള രീതിയിലും ജോലി ചെയ്യുന്ന പല ആൾക്കാരുമുണ്ട്. അതായത് സ്ഥിരം നോക്കുക ആണെങ്കിൽ കുഴപ്പമില്ലാതെ ചെയ്യും, ആരും നോക്കാനില്ലെങ്കിൽ തോന്നുന്ന പോലെ ചെയ്യും. അങ്ങനെ പല തൊഴിലിടങ്ങളിലും കാണുന്ന ഒരു സ്ഥിരമായ കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥതയെ വഞ്ചിച്ചുകൊണ്ട്, നിങ്ങൾ തന്നെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങരുത്. അത് നിങ്ങളുടെ ഒരു ആന്തരിക സ്വത്വം തന്നെ നശിപ്പിക്കാനിടയാവും.